ഛത്തീസ്ഗഡിന് പിന്നാലെ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് ഒഡീഷയിലും കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേർക്കുണ്ടായ ബജ്രംഗ് ദൾ ആക്രമണത്തിൽ പരക്കെ പ്രതിഷേധം. ഒറ്റപ്പെട്ട സംഭവമല്ല ഇതെന്നും മൗനം പാലിക്കാൻ കഴിയില്ല എന്നും CBCI. സംഭവത്തെ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് അപലപിച്ചു. ജലേശ്വറിലെ ഗംഗാധർ ഗ്രാമത്തിൽ ബുധനാഴ്ച രാത്രിയായിരുന്നു ആക്രമണങ്ങൾ ഉണ്ടായത്. ജലേശ്വർ ഇടവക പുരോഹിതൻ ഫാദർ ലിജോ നിരപ്പേൽ, ജോഡ ഇടവകയിലെ ഫാദർ വി ജോജോ, 2 കന്യാസ്ത്രീകൾ, ഒരു ക്രിസ്തീയ മതപണ്ഡിതൻ എന്നിവരെയാണ് 70 അംഗ സംഘം ആക്രമിച്ചത്. മേഖലയിലെ ക്രിസ്ത്യൻ സമുദായത്തിന്റെ ചരമവാർഷികത്തിന് പ്രാർത്ഥനയ്ക്ക് എത്തിയതായിരുന്നു ഇവർ. രാത്രി 9 മണിയോടെ മടങ്ങാനൊരുങ്ങവേ ബജ്രംഗ് ദൾ സംഘം വളഞ്ഞിട്ട് ക്രൂരമായി മർദ്ദിച്ചു. മൊബൈൽ ഫോണുകൾ തട്ടിയെടുത്തുവെന്നും ആക്രമണത്തിനിരയായവർ വ്യക്തമാക്കി. പ്രാർത്ഥനയ്ക്ക് എത്തിയതാണ് എന്ന് സ്ത്രീകൾ കരഞ്ഞു പറഞ്ഞിട്ടും അക്രമികൾ പിന്മാറിയില്ല. ആസൂത്രിതമായ ആക്രമണമായിരുന്നുവെന്നാണ് ഫാദർ ലിജോ നിരപ്പേൽ പറയുന്നത്. ആശങ്ക നിറഞ്ഞ സാഹചര്യമാണോ, അസഹിഷ്ണുതയുടെ ഭാഗമാണോ ഈ അതിക്രമം? ജോർജ് സാർ ചേരുകയാണ്, റിട്ടയർഡ് SP. സാർ, ഈ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്കുണ്ടായ ദുരനുഭവത്തിന്റെ ചൂടാറ് മുൻപാണ് ഒഡീഷയിൽ പുതിയ സംഭവം നടന്നിരിക്കുന്നത്. മതപരിവർത്തനം ആരോപിച്ചാണ് 70ഓളം വരുന്ന ബജ്രംഗ് ദൾ പ്രവർത്തകർ, 2 വൈദികരും 2 കന്യാസ്ത്രീകളും അടങ്ങുന്ന ക്രിസ്ത്യൻ മതപുരോഹിതരടങ്ങുന്ന 5 അംഗ സംഘത്തെ ആക്രമിച്ചിരിക്കുന്നത്. ഇതൊരു ആസൂത്രിത ആക്രമണമായിരുന്നുവെന്ന് തോന്നുന്നുണ്ടോ? ഛത്തീസ്ഗഡിലെ 2 കന്യാസ്ത്രീമാരെ ബജ്രംഗ് ദൾ ആക്രമിച്ചു. അതിനുശേഷം അവർക്കെതിരെ കേസെടുത്തു, അവരെ റിമാൻഡ് ചെയ്തു. 9ാം ദിവസമാണ് അവർ പുറത്തിറങ്ങിയത്. BJPയുടെ ഗവൺമെന്റും അതിൻ്റെ പ്രതിനിധികളും ഒക്കെ ഇതിനെ സഹായിച്ചു എന്നാണ് പറയുന്നെങ്കിലും കേരളത്തിലെ കോൺഗ്രസ്സുകാരും ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരും ഇവിടുത്തെ LDFന്റെ നേതാക്കന്മാരും ഒക്കെ ഛത്തീസ്ഗഡിലെത്തി അവർക്ക് പിന്തുണ കൊടുത്തു. ജാമ്യം അവർക്ക് ലഭിച്ചു. അങ്ങനെ മടങ്ങി വന്നു. അതൊന്ന് ശാന്തമായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അടുത്ത് വീണ്ടും ബജ്രംഗ് ദൾ ആഞ്ഞടിച്ചത്. അത് ഒഡീഷയിലെ ജലേശ്വറിലാണ്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഭവത്തിൽ രാജ്യവ്യാപകമായി വൻ പ്രതിഷേധമാണ് നടന്നത്. അതിന് പിന്നാലെയാണ് വീണ്ടും ക്രൈസ്തവ വിശ്വാസികളെ ഭയപ്പാടിലാക്കി വീണ്ടും ഒരിക്കൽ കൂടി ആക്രമണം നടന്നിരിക്കുന്നത്. എന്തുകൊണ്ട് കന്യാസ്ത്രീകളെ ലക്ഷ്യം വെച്ചുള്ള ഇത്തരം ആക്രമണങ്ങൾ കൂടുന്നു? ഛത്തീസ്ഗഡിലെ സംഭവം രാജ്യവ്യാപകമായി അത് പ്രതിഷേധം നമ്മൾ കണ്ടു. ഇന്ത്യയുടെ ജനാധിപത്യത്തിലും നമ്മുടെ ഭരണഘടനയിലും മതവിശ്വാസത്തിലും മതേതര വിശ്വാസത്തിലും എതിരായിട്ടുള്ള പ്രവർത്തനമാണ് ബജ്രംഗ് ദൾ അവിടെ നടത്തിയത് ഛത്തീസ്ഗഡിൽ. അത് തീർച്ചയായിട്ടും നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഇന്ത്യയിലെ ഏത് മതം സ്വീകരിക്കാനും അതിൽ പ്രവർത്തിക്കാനും ഏത് മതത്തിലോട്ട് മാറാനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു മതത്തിൻ്റെ അവരുടെ കുപ്പായ വിട്ട് നടക്കുന്നവരെ കണ്ടിട്ട് അവിടെ അവരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി അവരെ മതമാറ്റ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് ഒരു കേസെടുപ്പിക്കാൻ ശ്രമിക്കുന്നതൊന്നും ഇന്ത്യയുടെ ജനാധിപത്യത്തിന് നല്ലതല്ല, നമ്മുടെ മതേതര സ്വഭാവത്തിന് നല്ലതല്ല. അത് വീണ്ടും ഇപ്പം ഛത്തീസ്ഗഡിലെ പോലെ തന്നെ അതിലും കുറച്ചുകൂടെ മോശമായ രീതിയിൽ ഒറീസയിലെ ജലേശ്വറിൽ ഇപ്പം ആക്രമണമുണ്ടായി. അവിടെ 2 പുരോഹിതരെയും 2 കന്യാസ്ത്രീകളെയും മതബോധന ക്ലാസ് എടുക്കുന്ന 2 അധ്യാപകരെയും അത്രയും പേരെ അവിടെ കഴിഞ്ഞ ബുധനാഴ്ച രാത്രി 9:30 മണിക്ക് ഏകദേശം 70ഓളം ആൾക്കാർ കൂടി അവരെ ദേഹോത്പന്നം ചെയ്തു എന്നാണ് ഇപ്പം വരുന്നത്. ഇന്ത്യയിലുടനീളം ക്രിസ്ത്യാനികളെ ലക്ഷ്യം വെച്ചുള്ള വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളുടെ പട്ടികയിൽ ഏറ്റവും പുതിയതാണ് ഈ ഒഡീഷയിലെ സംഭവം. BJD യുഗം അവസാനിച്ചുവെന്നും BJP അധികാരത്തിലുള്ളപ്പോൾ ക്രിസ്ത്യാനികളോട് ക്ഷമിക്കില്ല എന്നും ബജ്രംഗ് ദൾ പ്രവർത്തകർ ആക്രോശിച്ചതായി ഈ സംഘത്തിലുണ്ടായിരുന്ന ഫാദർ ലിജോ പറയുന്നുണ്ട്. ഇനി BJP സർക്കാർ ഇത്തരം സംഭവങ്ങൾക്കെതിരെ അതിശക്തമായ നടപടി എടുക്കാത്തിടത്തോളം കാലം ഇതിനൊരു അറുതി വരുമോ? ഇന്ത്യയിൽ ഇപ്പം ഛത്തീസ്ഗഡിലെ സംഭവത്തിന് ശേഷം അതിൻ്റെ ഇഷ്യൂ അതൊന്ന് കെട്ടണങ്ങുന്നതിന് മുമ്പ് വീണ്ടും പൂർവാധികം ശക്തിയോടെ ഒഡീഷയിലെ ജലേശ്വറിലെ സംഭവം നമ്മൾ കണ്ടു. പൊതുവെ ക്രിസ്ത്യൻസിനെതിരായിട്ട് ഇന്ത്യയിലെ
പല BJP ഗവൺമെന്റും ഭരിക്കുന്ന സ്ഥലത്ത് എതിർപ്പുകളും അക്രമങ്ങളും വർദ്ധിച്ചു വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഇന്ത്യയുടെ മതേതര സ്വഭാവത്തിന് നല്ലതല്ല, ഇന്ത്യയുടെ സാമ്പത്തിക ഉന്നമനത്തിന് നല്ലതല്ല, ഇന്ത്യയുടെ സാമൂഹികമായ വളർച്ചയ്ക്കും ഇത് നല്ലതല്ല. ആൾക്കാർ ഇഷ്ടമുള്ള മതം സ്വീകരിക്കുകയോ ആ വിശ്വാസത്തിൽ ഊന്നി നടക്കുകയോ അത് മതബോധനം അവർ പ്രചരിപ്പിക്കുകയോ ഒക്കെ ചെയ്യട്ടെ. അങ്ങനെയുള്ള കാര്യങ്ങളിൽ അനാവശ്യമായി നമ്മൾ ഇടപെടുന്നത് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് നല്ലതല്ല, രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് നല്ലതല്ല. ഇപ്പം തന്നെ രാത്രി 9:30 മണിക്ക് ഈ രണ്ട് പുരോഹിതരും ഫാദർ ലിജോ നിരപ്പേലും ഫാദർ ജോജോ വൈദ്യക്കാരനും രണ്ട് കന്യാസ്ത്രീകൾ 4 പേര് ഒരു കാറിലും അവരുടെ മുമ്പിൽ മതബോധനം നടത്തുന്ന 2 പേര് ബൈക്കിലുമായിട്ട് സഞ്ചരിച്ച സമയത്ത് അവര് ആ ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങി ഏകദേശം അര കിലോമീറ്റർ അകലെ ചെന്നപ്പം വനപ്രദേശത്തിനടുത്ത് ഏകദേശം 70ഓളം ആൾക്കാർ നിരന്ന് ഇവരെ തടയുകയും അവരെ ആക്രമിക്കുകയും അവരുടെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുകയും അതോടൊപ്പം തന്നെ അവരുടെ ബൈക്ക് നശിപ്പിച്ച് ഇത് കൂടാതെ അതിനകത്ത് പെട്രോൾ ഊറ്റിക്കൊണ്ട് പോവുകയും ചെയ്തു. ഇത് ബജറംഗ് ദൾ പോലെയുള്ള ഈ തീവ്രവാദ സംഘടനകൾ ഇവിടുത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കുകയാണ്. അത് തന്നെയല്ല, ഈ മുസ്ലിം സമുദായത്തിന് അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിനെതിരായിട്ട് നടത്തുന്ന പ്രവർത്തനം ബജറംഗുകൾ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. നമ്മുടെ രാജ്യത്തിൻ്റെ ആരോഗ്യത്തിനും ശ്രേയസ്സിനും അഭിവൃദ്ധിക്കും അത് തന്നെയാണ് നൽകുന്നത്. ഇങ്ങനെയുള്ള പ്രവർത്തകർക്കെതിരായി അതിശക്തമായ നടപടി പോലീസ് എടുക്കണം. ഇവിടെ തന്നെ ജലേശ്വറിൽ ഈ അക്രമം നടന്ന് പോലീസ് ഒരു 45 മിനിറ്റിനകം അവിടെ വന്നു ഇവരെ രക്ഷപ്പെടുത്തിയതായിട്ടാണ് കാണുന്നത്. എങ്കിലും പോലീസ് പറഞ്ഞിട്ട് അവരെ അനുസരിച്ചില്ല. 70ഓളം ആൾക്കാരുണ്ട്, ഒരു വനപ്രദേശത്താണ്. ഏതായാലും പോലീസ് തന്മയത്തമായി ഇവരെ അവിടുന്ന് നീക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവാണ്, കാര്യങ്ങൾ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് എന്ന് മനസ്സിലാകുന്നു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ആക്രമിച്ച ആളുകൾ ഇപ്പോഴും പുറത്ത് വിലസുകയാണ്. ഇവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാത്തത് മറ്റ് ബജറംഗ് ദൾ പ്രവർത്തകർക്ക് ആയുധമാകുന്നു. ഇപ്പൊ നമുക്ക് ഒഡീഷയിലെ ജലേശ്വറിലുണ്ടായ സംഭവം അതിശക്തമായ നടപടിയെടുക്കണം. കാരണം 8-10 ദിവസം മുമ്പാണ് മറ്റൊരു സംഭവം നമ്മൾ കണ്ടത്. അതിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് വീണ്ടും അടുത്ത നടപടിയിലോട്ട് വരുന്നത് നല്ലതല്ല. അത് അത്രത്തെ കുറ്റക്കാരെ തീർച്ചയായിട്ടും ബജറംഗിലെ ആൾക്കാർക്കെതിരായിട്ട് അതിശക്തമായ നടപടിയെടുക്കണം, അവരെ അറസ്റ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു സമാധാന അന്തരീക്ഷം നമ്മുടെ ഗ്രാമങ്ങളിൽ ഉണ്ടാവുകയുള്ളൂ. ഇത് വർദ്ധിച്ചു വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഛത്തീസ്ഗഡിലുണ്ടായ സംഭവം, അതിനകത്ത് അവരെ മർദ്ദിച്ചതും അടിച്ചതുമൊക്കെ ബജറംഗ് പ്രവർത്തകരായ ഒരു ലേഡി അവരുടെ സംഘവുമാണ്. അതെന്തായാലും നല്ലൊരു പ്രവണതയല്ല. ഇത് രാജ്യത്തിൻ്റെ ഈ സമാധാന അന്തരീക്ഷം തകരാറാക്കും. അതുകൊണ്ട് ബജറംഗിനെതിരായിട്ട് ശക്തമായ നടപടി എടുത്തെങ്കിൽ മാത്രമേ ഇതുപോലുള്ള പ്രവണതകൾ നമുക്ക് നശിപ്പിക്കാൻ കഴിയുള്ളൂ. സർ, ശരിക്കും കന്യാസ്ത്രീകൾ മതപരിവർത്തനം നടത്തുന്നു എന്ന ബജറംഗ് ദൾ പ്രവർത്തകരുടെ ആരോപണത്തിൽ എന്തെങ്കിലും നിജസ്ഥിതിയുണ്ടോ? ഈ 2 അച്ഛന്മാരും അവിടെയുള്ള ഇടവകയിലെ വികാരിമാരാണ്. കൂടെയുള്ള 2 കന്യാസ്ത്രീകളും അവിടെ മതബോധന കാശൊന്നും പോയതല്ല. അവരവിടെ മലയാളികൾ അവരുടെ ഈ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുടെ ചില ചരമവാർഷികങ്ങളുണ്ട്. ആ ചരമവാർഷികത്തിൽ പങ്കെടുത്ത് അതിനുശേഷം ഇവർ 9:30 അവരുടെ വസതിയിലേക്ക് പോകുന്ന സന്ദർഭത്തിലാണ് ഈ ആക്രമണം ഉണ്ടായതെന്നുള്ളതാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. ഏതായാലും അവർക്ക് നശീകരണ പ്രവൃത്തിയുണ്ട്. കാരണം ബൈക്ക് നശിപ്പിച്ചു, ഇവരെ മൊബൈൽ ഫോൺ പിടിച്ചു പറിച്ചു. അപ്പോൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്തിൻ്റെ സമാധാന അന്തരീക്ഷം തീർച്ചയായിട്ടും അതിനൊരു ത്രെട്ട് തന്നെയാണ്. ആ അന്തരീക്ഷത്തിലേക്ക് രാജ്യം പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഇവരെക്കെതിരായി കേസും നടപടിയെടുത്ത് ശക്തമായി തിരിച്ചടിച്ചെങ്കിൽ മാത്രമേ ഇത് അവസാനിക്കുള്ളൂ. അല്ലെങ്കിൽ ഇവർക്കെതിരായിട്ട് നടപടി എടുത്തില്ലെങ്കിൽ മിക്കവാറും മറ്റുള്ളവർക്ക് അതൊരു പ്രേരക ശക്തിയായിട്ട് മാറും. കാരണം പേടിക്കാനില്ല. അതുകൊണ്ട് ഈ പ്രവൃത്തി വീണ്ടും പല സ്ഥലത്തും ആവർത്തിക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരത്തിൽ കന്യാസ്ത്രീകളെ ആക്രമിക്കുന്നവർക്കെതിരെ ഏത് വകുപ്പിട്ടാണ് കേസെടുക്കേണ്ടത്?
ഇവർക്കെതിരായിട്ട് തീർച്ചയായിട്ടും കേസുകൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ഇന്ത്യൻ BNS, ഇന്ത്യൻ അല്ലെ IPC CRPC അനുസരിച്ച് നടപടിയെടുക്കണം. മനുഷ്യനെ ഒരു മതത്തിന്റെ പേരിൽ ആക്രമിക്കുകയും അവരുടെ കൈവശമുള്ളത് പിടിച്ചു പറിക്കുകയും അതൊക്കെ റോബറി ഡക്കോയിറ്റിയുടെ ഭാഗമാണ്, പിടിച്ചുപറിയുടെ ഭാഗമാണ്. അത് മതത്തിന്റെ പേരിൽ ബലിതങ്ങൾ പ്രവർത്തികൾ ചില അംഗങ്ങളായി ചില സാമൂഹിക വിരുദ്ധന്മാർ ഇത് ചെയ്യുന്നത്, അത് പോലീസ് ഏത് ഗവൺമെന്റ് ആയാലും ശരി, തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന ഗവൺമെന്റുകൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നുള്ളിയില്ലെങ്കിൽ അത് അവിടങ്ങളിലൊക്കെ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഉണ്ടാകും. അത് പ്രതിരോധിക്കാൻ ചില ക്ലാഷിലേക്ക് പോകും. അങ്ങനെയുള്ള സംഭവം ഉണ്ടാകാതിരിക്കാനായിട്ട് അത് ഗവൺമെന്റ് ശ്രദ്ധിക്കുന്ന നല്ലത്. ബജറംഗളിനെ ഇങ്ങനെ അഴിച്ചുവിടുന്നത് ഇന്ത്യയുടെ മതേതര ബോധത്തിന് നല്ലതല്ല. സാർ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ആളാണ് എങ്കിലും ഇപ്പോഴത്തെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ നോക്കുമ്പോൾ കന്യാസ്ത്രീകളെ ലക്ഷ്യമിടുന്നതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ടോ? തീർച്ചയായിട്ടും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർക്കെതിരായിട്ട് അക്രമം നടത്തുന്നത് മതബോധനം നടത്താൻ പാടില്ല, അല്ലെങ്കിൽ മതപരിവർത്തനമാണ് ഇവരുടെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞ് വ്യാപകമായ ആരോപണം ഉയർത്തി അത് മറ്റുള്ള മതങ്ങളെ രാജ്യത്ത് പ്രചരിക്കാനോ അവരുടെ സംഖ്യ വർദ്ധിക്കാനോ അനുവദിക്കാതെ ഇരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ബജറംഗൾ ചെയ്യുന്നത്. ഇന്ത്യയുടെ പാരമ്പര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മളാണ് ലോകത്തിലെ ബുദ്ധമത അനുയായികൾ ലോകത്തിലെ ഏഷ്യയിൽ മുഴുവനുണ്ട്. അതിൻ്റെയൊക്കെ ഒറിജിനേഷൻ ഇന്ത്യയിലാണ്. ഹിന്ദു രാഷ്ട്രമായ നമ്മുടെ ഇവിടെയാണ് ബുദ്ധമതം ജനിച്ചതും വളർന്നതും ലോകം മുഴുവൻ വ്യാപിച്ചതും. ജൈനമതവും ഇവിടെ തന്നെ വളർന്നതാണ്. അതുപോലെ തന്നെ ഹിന്ദുയിസം അതിനുശേഷം ഇവിടെ ശക്തമായി വളർന്ന് മുന്നോട്ട് വന്നു. പഞ്ചാബികളുടെ അവരുടെ മതങ്ങളുണ്ട്, അത് പാഴ്സികളുടെ അവരുടെ മതങ്ങളുണ്ട്, മുസ്ലിം മതങ്ങളുണ്ട്, ക്രിസ്ത്യൻ മതങ്ങളുണ്ട്. എല്ലാ മതങ്ങളും ഒരുപോലെ ഇന്ത്യയിൽ സജീവമായി രംഗത്തുണ്ട്. അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എതിരിടുന്നത് ശരിയായ നടപടിയല്ല. അങ്ങനെയുള്ള പ്രവണതകളെ മുളയിലെ നുള്ളിക്കളയണം. അത് തന്നെയല്ല, അതിൽ പ്രവർത്തിക്കുന്നതിനെതിരായിട്ട് ഇതുപോലെ പ്രവർത്തിക്കുന്ന ചിത്രവാസനയ്ക്ക് അല്ലെങ്കിൽ അക്രമത്തിന് തുനിയുന്ന ഇവരെ പോലെയുള്ളവർക്കെതിരായിട്ട് അതിശക്തമായ നടപടികൾ നിയമപരമായി റോബറി ഡക്കോയിറ്റിനകത്തുണ്ട്. അത് അവരെ മർദ്ദിച്ചതിന്, അവരെ അടിച്ചതിന് അതിൻ്റെതായ സെക്ഷൻ ഇട്ടിട്ട് കേസെടുക്കുന്നതായിരിക്കും ഉചിതം. ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മോദി സർക്കാർ എന്തെങ്കിലും നടപടികൾ എടുക്കാനുണ്ടോ? അല്ലെങ്കിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത്? ഇതൊക്കെ അതാത് ഗവൺമെന്റിലേക്കും സെൻട്രൽ ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പ് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. ഏത് മതവിഭാഗമായാലും ശരി, അവർക്കെതിരായി മറ്റൊരു മതവിഭാഗം മുന്നേറുന്നതും അക്രമം നടത്തുന്നതും ശരിയല്ല. അങ്ങനെയുള്ളവരെ തക്കതായ നിയമപര നടപടി എടുക്കാൻ നമ്മൾ തയ്യാറാകണം. കാരണം തയ്യാറായില്ലെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലെ മണിപ്പൂരിലെ അവസ്ഥ നമുക്കറിയാം. എത്രയോ വർഷമായി അവിടെ പരസ്പരം ഒരേ സമുദായത്തിലുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും, ക്രിസ്ത്യൻ സമുദായത്തിലുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വിഭാഗമായി മാറി നിന്ന് ഫൈറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് മതം ഒരിടത്തുനിന്ന് വേറൊരിടത്ത് മാത്രമല്ല, ഒരേ മതവിഭാഗത്തിൽ തന്നെ കലുഷിതമായ അന്തരീക്ഷം ഉണ്ടായി 2-3 വിഭാഗങ്ങളായി ഏറ്റുമുട്ടുന്ന സംഭവങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നാം കാണുകയാണ്.